നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വര, അരുണാണല്ലോ. ഹലോ. ആ, എന്താ? ഉറങ്ങിയോ? ഉറങ്ങായിരുന്നു. മോളോ? അവൾ ഉറങ്ങുക. അബിയോട് ഞാൻ എന്താ ചോദിക്കേണ്ടെന്ന്? ചോദിച്ചോളൂ. അബിക്ക് സുഖമാണോ? അന്ന് കണ്ടത് പിന്നെ എനിക്ക് മനസ്സിലൊരു സുഖവും തോന്നുന്നില്ല. വീണ്ടും കാണേണ്ടി വന്നതുകൊണ്ടാണോ? അങ്ങനെ പറയല്ലേ. അബിയെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നോ? ഒടുവിൽ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. എനിക്കും. ശ്രീകുട്ടി അവൾ അച്ഛനെ അന്വേഷിക്കാറുണ്ടോ? ആ, ഇപ്പൊ അവക്ക് സംശയം കൂടി വരിക. അച്ഛനെവിടാ, എനിക്ക് കാണണം, അച്ഛനും അമ്മയും എല്ലാവരും കൂടി കടൽ തീരകളിൽ ഓടിക്കളിക്കണം, അങ്ങനെ ഓരോ സ്വപ്നങ്ങളും മോള് പറയും. എന്താ ഒന്നും പറയാത്ത? എന്റെ മോള്, അവൾക്ക് അതിനുള്ള ഭാഗ്യമില്ലാതെ പോയല്ലോ. സാരമില്ല, മോൾക്ക് പലപ്പോഴും അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ. അത് മതിയോ? ശ്രീകുട്ടിയുടെ മുമ്പില് എനിക്കാണെങ്കിൽ സത്യം വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? അതൊന്നും ഓർത്ത് വെറുതെ വിഷമിക്കരുത്. ഇങ്ങനെ മനസ്സറിഞ്ഞ് ഒരാൾ ആശ്വസിപ്പിക്കാനുള്ളത് തന്നെ വലിയ കാര്യമാണ്. എനിക്കും അതെ. എന്നാ ശരി, അബി കിടന്നോ, ഞാൻ നാളെ വിളിക്കാം. വേണ്ട, ഞാൻ വിളിക്കാം. അതിങ്ങി തരാനാ പറഞ്ഞേ. എന്തിനാ ഈ പാതിരാത്രി നിങ്ങൾ ആരോടാ ചൊല്ലിക്കൊണ്ടിരുന്നെന്ന് എനിക്ക് അറിയണം. ഫോൺ തരാനാ പറഞ്ഞേ. ആരുമില്ല. അരുണേ, ഫോൺ തരാൻ. ഐശ്വര്യം വിടും. തരാൻ. ഐശ്വര്യം ഇങ്ങ് താ. അങ്ങോട്ട്. അരുൺ, എന്താ ഐശ്വര്യ, എന്താ നീ വല്ലാതിരിക്കുന്നെ? ഐശ്വര്യ, എന്തു പറ്റി? അരുണിന് എന്തെങ്കിലും സുഖമില്ലാതെ? ആ, സുഖമില്ല. അത് പക്ഷെ മനസ്സിനാ. ഈ കണക്കിന് മുന്നോട്ട് പോയാലേ ഞാനും അതേ അവസ്ഥയിലാവും. ഐശ്വര്യ, എന്താ കാര്യം തെളിച്ചു പറയേ. മൂത്തയാളെ കണ്ടല്ലേ ഇളയാള് പഠിക്കുന്നേ. സ്വന്തം വീട്ടില് അവരെ മാത്രം പ്രതീക്ഷിച്ച് ഒരു ഭാര്യ ഉണ്ടെന്ന ചിന്ത വേണ്ടേ? ഐശ്വര്യ ഇതുവരെ കാര്യം എന്താണെന്ന് തെളിച്ചു പറഞ്ഞില്ല. നിങ്ങൾ രണ്ടാളിപ്പോ അങ്ങോട്ടേക്ക് വാ. എന്നിട്ട് പുന്നാരനിയനോട് നേരിട്ട് ചോദിക്കും, ഭാര്യയായിട്ട് ഞാൻ മാത്രം പോരേന്ന്. നീ എന്തൊക്കെയാ ഐശ്വര്യ പറയുന്നേ? ഏട്ടത്തി പലതും കണ്ട് കണ്ണടയ്ക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഓരോന്ന് കണ്ട ഞാൻ മിണ്ടാതിരിക്കില്ല. ഐശ്വര്യ, ഉറക്കത്തുനിന്ന് വിളിച്ചോണർത്തി വെറുതെ ആളെ വിട്ടിയാക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയും. അരുൺ ഇപ്പൊ എന്നെ വേണ്ടാന്ന്. മറ്റേതോ ഒരു പെണ്ണുമായിട്ട് ഫോൺ വിളിയും സംസാരമോ ഏത് പാതിരാത്രിയിലും. വെറുതെ ഓരോന്ന് സങ്കല്പിച്ച് പറയാതെ ഐശ്വര്യ, അത് നേരെ പോകുന്ന നിന്റെ ജീവിതത്തെ ബാധിക്കും. ഇപ്പൊ വിസ്മയെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ബാക്കി സംശയവും തീർന്നു. ഇന്ന് വാർത്തയുണ്ട്, വിസ്മയ്ക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡുണ്ടെന്ന്. അവാർഡ് പ്രഖ്യാപിച്ചത് ശരിയാണ്.
അത് വിസ്മയിക്കുള്ളതാ, അതൊക്കെ. പക്ഷേ ആ പാട്ട് പാടിയത് ശ്യാമയാണ്. അത് ശ്യാമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്, എനിക്കറിയാം. ആനന്ദേട്ടനെ ഞാൻ വിശ്വസിക്കാം. പക്ഷേ ആ ശ്യാമ ഓരോന്ന് പറഞ്ഞ് ആനന്ദേട്ടനെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ആവില്ലമ്മേ. അച്ഛനല്ലേ പറയുന്നത്, അത് സത്യമായിരിക്കും. ഞാൻ വിശ്വസിക്കില്ല. എന്തായാലും ആ പാട്ട് റെക്കോർഡ് ചെയ്തത് ഏതെങ്കിലും സ്റ്റുഡിയോയിലായിരിക്കുമല്ലോ. അവിടെ മ്യൂസിക് ഡയറക്ടറുടെയും മറ്റൊരുപാട് പേരുടെയും മുന്നിൽ വെച്ച് വിസ്മയ്ക്ക് പകരം ശ്യാമ പാടുക. ഇംപോസിബിൾ. ഒരിക്കലും നടക്കില്ല. ആ അരുന്ധതി, ഞാൻ വാർത്ത അറിഞ്ഞ് അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. വിസ്മയ അടുത്തുണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കൂ. ഞാൻ നേരിട്ടൊന്ന് അവളെ അഭിനന്ദിക്കാനാ. ഓക്കെ, ദാ മോളെ, നേരിട്ട് വസുന്ധരയ്ക്ക് നിന്നെ അഭിനന്ദിക്കണമെന്ന്. ഹലോ മാഡം. മോളെ, കൺഗ്രാറ്റുലേഷൻസ്. പ്രശസ്ത ഗായിക വിസ്മയക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു മാഡം. ആ, ഇനി മമ്മിയുടെ കയ്യിൽ കൊടുക്ക്, ഞാൻ സംസാരിക്കാം. ആ ശരി മാഡം. ആ വസുന്ധരെ, അന്ന് മോൾക്ക് ഇവിടെ വെച്ച് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായി. സോറി. സോറിയോ? അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു. അന്ന് ഞാൻ വിസ്മയെക്കുറിച്ച് കുറച്ച് സമയത്തേക്കെങ്കിലും തെറ്റിദ്ധരിച്ചു. ഇപ്പൊ എല്ലാം ബോധ്യമായി. ശ്യാമ തന്നെ എല്ലാത്തിനും തെറ്റുകാരി. വസുന്ധര സത്യം തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. സന്തോഷം. അപ്പൊ നേരിൽ കാണാം. ശരി, കാണാം നമുക്ക്. കണ്ടോ അമ്മേ? വിസ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ഇനി അവളെ പിടിച്ച പിടിയിട്ടില്ല. അന്ന് ആക്കിക്ക് വേണ്ടി അവളുടെ പ്രപ്പോസൽ വേണ്ടാന്ന് വെച്ചത് വളരെ അബദ്ധമായിപ്പോയി. അത് വേണ്ടാന്ന് വെച്ചല്ലോ. ഇടയ്ക്ക് അവള് ആ ശ്യാമ വന്ന് എന്റെ അഖിമോന്റെ തലയിൽ കയറിയതല്ലേ. ഞാനറിയാതെ ഇവിടെ എല്ലാരും കൂടി എന്റെ അഖിമോന്റെ ഭാവി തൊലച്ചു. ഇപ്പൊ ആ വേദന സഹിക്കാൻ ഇവിടെ ഞാനും. ഒക്കെ എന്റെ വിധി. ആ വിസ്മയെ കൂടി ഇവിടെ അഖിയുടെ ഭാര്യയായിട്ടുണ്ടായിരുന്നെങ്കിലേ ഇവിടെ ഞാനും പിന്നെ വിസ്മയും 2 സെലിബ്രിറ്റി ആയനെ. ആ ഇവിടെ ആർക്കും അതിന് യോഗമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.